ഇമാം മഹ്ദി ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ? അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാ ഇമാമുനാ മഹ്ദി അലൈഹി സ്വലാത്തു വസ്സലാം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞാൽ മഹ്ദിയു മിൻ ഇത്റതി മിൻ ഉൽദി ഫാത്തിമ. അൽ മഹ്ദിയു മിൻ ഇത്റതി. ഇമാം മഹ്ദി എന്റെ കുടുംബ പരമ്പരയിൽ പെട്ടവനാണ്. ഇമാം മഹ്ദി എന്റെ കുടുംബ പരമ്പരയിൽ പെട്ടവനാണ് എന്ന് പറഞ്ഞാൽ മിൻ വൽദി ഫാത്തിമ. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ കുടുംബ പരമ്പരയിലെ കുടുംബ പരമ്പരയിൽപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹു എന്റെ പരമ്പരയിലൂടെ വരുന്ന ഒരു സാധാരണ മനുഷ്യനാണ്. വഹുവ റജുലുൻ ആദിയുൻ. ഇമാം മഹ്ദി അലൈഹി സ്വലാത്തു വസ്സലാം. ഇമാം മഹ്ദി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനാണ്. വാപ്പയുടെ പേര് അബ്ദുള്ള എന്നാണ്. ഇമാം മഹ്ദിയുടെ പേര് മുഹമ്മദ് എന്നായിരിക്കുമെന്ന്. എന്റെ പേരിനോട് സമാനമായ പേരായിരിക്കും ഇമാം മഹ്ദിയുടെ പേരെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇമാം മഹ്ദി വരും എപ്പോഴെന്നറിയുമോ? ലോകവ്യാപകമായി ഇസ്ലാമിക സമൂഹത്തിനെതിരെ കടന്നുകയറ്റം നടക്കുമ്പോ ഇസ്ലാമിക സമൂഹത്തിന്റെ നിരപരാധികളായ ആളുകളെ കൊന്നൊടുക്കപ്പെടുമ്പോ, മൂന്നാം ലോകമഹായുദ്ധത്തിലേക്ക് ലോകം വഴുതി വീടുമ്പോ, ആണവായുധത്തിന്റെ തർക്കം മുറുകുമ്പോ, ലോകരാഷ്ട്രങ്ങളിൽ കിടമത്സരം ഉണ്ടാകുമ്പോ, ഒരു വലിയ രക്തച്ചൊരിച്ചിലേക്ക് ലോകം മാറി നിൽക്കുമ്പോ, ആ സമയത്ത് ലോകം മുഴുവനും നേരത്തെ ഈ കാര്യം ഞാൻ നേരത്തെ വളരെ വ്യവസ്ഥാപിതമായി പറഞ്ഞിട്ടുണ്ട്. ലോകം മുഴുവനും ഒരു നായകനെ തേടുമ്പോ ഇസ്ലാമിക സമൂഹത്തിന് നേതാവില്ല. ഇമാമുദ്ദീൻ സഞ്ചിക്ക് ശേഷം, നൂറുദ്ദീൻ സഞ്ചിക്ക് ശേഷം, ഉമർ മുഖ്താറിന് ശേഷം, സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിക്ക് ശേഷം ഇസ്ലാമിക ലോകത്തിനൊരു നായകനില്ലാതെ എല്ലാവരും എല്ലാ തെരുവോരങ്ങളിലും പാവപ്പെട്ട മുസ്ലിമീങ്ങളുടെ രക്തമൊടുകുമ്പോ, ആ സമയത്താണ് ഒരു രാത്രിയിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അതേവരെ ഇമാം മഹ്ദി നമ്മുടെ ചാരത്ത് എവിടെയോ ഉണ്ട്. സഹോദരങ്ങളെ, ഇമാം മഹ്ദി എവിടെയോ നമ്മുടെ ചാരത്തുണ്ട്. ഒരു രാത്രിയായി കഴിയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, യസ്റഹുല്ലാഹു ഫീ ലൈല. ഒരൊറ്റ രാത്രി കൊണ്ടൊരു ചെറുപ്പക്കാരനെ അറിയുക സഹോദരാ, എവിടെയോ ജീവിച്ചിരിക്കുന്ന ഒരു സാധാരണക്കാരനായ ചെറുപ്പക്കാരൻ, അയാൾ ഒരു രാത്രി ഇശാ നിസ്കാരം കഴിഞ്ഞ് കിടന്നുറങ്ങുമ്പോ, ഓ രാത്രിയിൽ ആ മനുഷ്യന്റെ മനസ്സിൽ അല്ലാഹു തൗബ ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടാക്കി കൊടുക്കും. ആ മനുഷ്യൻ മുഹമ്മദ് എന്ന പേരുള്ള സാധാരണക്കാരനായ അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബ പരമ്പരയിൽ വന്ന ആ മനുഷ്യൻ ഒരു രാത്രിയിൽ കിടന്നുറങ്ങുമ്പോ, ആ രാത്രിയിൽ അയാൾ പാതിരാ സമയത്ത് പടച്ചറപ്പിനോട് പൊട്ടിക്കരഞ്ഞ് തൗബ ചെയ്യുമത്രേ. അല്ലാഹുവേ, അറിയാതെ ജീവിതത്തിൽ എന്തെങ്കിലും അപരാധങ്ങൾ സംഭവിച്ചു പോയാൽ, അല്ലാഹു നിയോഗിച്ച രാത്രി, ഇമാം മഹ്ദി വരണമെന്ന് ആഗ്രഹിച്ച രാത്രി, ആ രാത്രിയിൽ ആ മനുഷ്യൻ പാതിരാ സമയത്ത് അല്ലാഹുവിന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ആ രാത്രിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കാനുള്ള എല്ലാവിധ ശക്തിയും ഇമാം മഹ്ദിക്ക് നൽകും. അദ്ദേഹം പിറ്റേ ദിവസം രാവിലെ, എന്ന് രാത്രിയാണോ തൗബ ചെയ്തത്, അതിന്റെ പിറ്റേ ദിവസം രാവിലെ ലോക മുസ്ലിമീങ്ങളുടെ ആസ്ഥാന കേന്ദ്രമായ കോടിക്കണക്കിന് ആളുകൾ എവിടേക്കാണോ നെഞ്ചു തിരിച്ച് നമസ്കരിക്കുക, എവിടേക്കാണോ നമ്മുടെ ലക്ഷ്യം അടക്കുക, കഅബാലയത്തിന്റെ റുക്നുൽ യമാനിയുടെയും ഹജറുൽ അസ്വദിന്റെയും ഇടയിൽ ഇമാമുനാ മഹ്ദിയുൽ മുന്തളർ, എല്ലാവരും കാത്തിരിക്കുന്ന, എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഇമാം മഹ്ദി അലൈഹി സ്വലാത്തു വസ്സലാം കഅബാലയത്തിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമെന്ന്. അന്ന് കഅബാലയത്തിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോ അതൊരു ഹജ്ജിന്റെ ദിവസമാണ്. ആ ദിവസം അവിടെ എത്തുന്ന ആളുകൾ ഇമാം മഹ്ദി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൈ പിടിച്ചിട്ട് ബൈഅത്ത് ചെയ്യുമത്രേ. ലോക മുസ്ലിമീങ്ങളുടെ നേതാവായി നിങ്ങളെ ഞങ്ങൾ അംഗീകരിച്ചിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ആദ്യം ബൈഅത്ത് ചെയ്യുന്നത് അറബി വംശജരാണ്, രണ്ടാമത് ബൈഅത്ത് ചെയ്യുന്നത് ഇറാനികളാണ്, മൂന്നാമത് ബൈഅത്ത് ചെയ്യുന്നത് തുർക്കികളാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഇനി ശ്രദ്ധിച്ചു കേട്ടോളി, ഇമാം മഹ്ദി ആദ്യം ബൈഅത്ത് ചെയ്യുന്നത്
ഇമാം മഹ്ദി മദീനക്കാരനാണ്. ഇമാം മഹ്ദി ഏതായാലും എടയപ്പുറത്ത് ജീവിച്ചിരിപ്പില്ല, ആലുവയിലും പരിസരത്തിലും ഇല്ല. ഇമാം മഹ്ദി അലൈഹി സ്വലാത്തു വസ്സലാം മദീനക്കാരനാണ്, മദനിയാണ്. അള്ളാന്റെ റസൂലിന്റെ കുടുംബമാണ്. ഒരു ദിവസം അദ്ദേഹം പ്രത്യക്ഷപ്പെടും. ഇമാം മഹ്ദി അലൈഹി സ്വലാത്തു വസ്സലാം ഞാൻ ഇമാം മഹ്ദിയാണ് എന്ന് പ്രഖ്യാപിക്കുന്നത് 40-ാമത്തെ വയസ്സിലാണ്. അപ്പോ ഒരു ചർച്ച നമുക്ക് കടക്കാം. ഇമാം മഹ്ദി അലൈഹി സ്വലാത്തു വസ്സലാം ഇപ്പൊ ജനിച്ചിട്ടുണ്ടോ ഇല്ലയോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കഅബ എന്ന് പറയുന്നത് എവിടെയാ? കഅബ എവിടെയാ? മക്കയിലാണ്. മക്ക എവിടെയാ? സൗദി അറേബ്യയിലാണ്. സൗദി അറേബ്യയുടെ ഇന്നത്തെ രാഷ്ട്രീയ എല്ലാ സാഹചര്യവും അറിയുന്ന ഒരാൾക്കറിയാം, കഅബാലയത്തിന്റെ മുമ്പിൽ ഇമാം മഹ്ദി വന്നാൽ ലോകത്തിന്റെ നേതാവായി നിങ്ങളെ ഞങ്ങൾ ബൈഅത്ത് ചെയ്തിരിക്കുന്നു എന്ന് പറയാൻ ഇപ്പോഴത്തെ സൗദി അറേബ്യയുടെ അവസ്ഥ വെച്ച് ഒരാൾക്ക് കഴിയില്ല. പറ്റൂ? അപ്പൊ പോലീസ് പിടിച്ചെടുത്താവും. അപ്പോ ഇന്ന് ഇമാം മഹ്ദി ജീവിച്ചിരിപ്പുണ്ട് എന്ന് നമ്മൾ പറഞ്ഞാൽ, ഞാനിത് എന്റെ നിഗമനങ്ങളാണ്, നിങ്ങൾക്ക് സ്വീകരിക്കാം അല്ലെങ്കിൽ തള്ളിക്കളയാം. ഇന്നിപ്പോ 2013 ഏപ്രിൽ 20, ഇന്ന് ഇമാം മഹ്ദി ജനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ന് മുതൽ 40-ാമത്തെ വർഷം, 40 വയസ്സിലാ വെളിയിൽ വരിക. ഇമാം മഹ്ദി അലൈഹി സ്വലാത്തു വസ്സലാം കഅബാലയത്തിലാണ് പ്രത്യക്ഷപ്പെടുക. അപ്പൊ നമ്മൾ എടയപ്പുറത്തുള്ളവരും ആലുവയിലുള്ളവരും എങ്ങനെ അറിയും ആ സമയത്ത് ഇമാം മഹ്ദി കഅബയിൽ വന്നിട്ടുണ്ടെന്ന്? അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, കാത്തിരിക്കുക, എവിടെയാണ് ഇമാം മഹ്ദി വരിക? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇദാ റഅയ്തും ലിറായത്തി സൂദ് മിൻ ഖിബലി ഖുറാസാൻ ഖദ് ജാഅത് മിൻ ഖിബലി ഖുറാസാൻ. തുർക്കിയുടെ പ്രാന്ത പ്രദേശത്തിലുള്ള ഖുറാസാനിൽ നിന്ന് കറുത്ത തലപ്പാവ് ധരിച്ച കറുത്ത പതാക പിടിച്ച ഒരു സംഘം ആളുകൾ വന്നിരിക്കുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞാൽ, തുർക്കിയുടെ ഭാഗത്താണ് ഖുറാസാൻ. ഖുറാസാന്റെ ഭാഗത്ത് നിന്ന് കറുത്ത തലപ്പാവ് ധരിച്ച, വ്യക്തമായി കേൾക്കുക, കറുത്ത തലപ്പാവ് ധരിച്ച സുന്ദരന്മാരായ ഒരു കൂട്ടം ആളുകൾ അവിടെ നിന്ന് പുറപ്പെട്ടു എന്ന് നിങ്ങൾ കേട്ടാൽ, ആ വാർത്ത നിങ്ങൾ കേട്ടാൽ മുട്ടുകാലിൽ ഇടഞ്ഞിട്ടാണെങ്കിലും ആ സമൂഹത്തിന്റെ കൈപിടിച്ച് നിങ്ങൾ മുസാഫഹത്ത് ചെയ്യണമെന്ന് നിങ്ങൾക്ക് പോകാൻ കഴിയില്ല. 2 കാലുകളില്ല. ആ സമയത്ത് നിങ്ങൾ ഈ കേരളത്തിൽ താമസിച്ചാലും ഖുറാസാനിൽ നിന്ന് കറുത്ത തലപ്പാവ് ധരിച്ച ഒരു വിഭാഗം ആളുകൾ പുറപ്പെട്ടെന്ന വാർത്ത നിങ്ങൾ എപ്പോഴും കേൾക്കുന്നു. ആ സമയത്ത് മുട്ടുകാലിൽ ഇടഞ്ഞിട്ടാണെങ്കിലും അവിടെ പോയി നിങ്ങൾ അവരുടെ മുസാഫഹത്ത് ചെയ്യണേ. കാരണം എന്തെന്നറിയോ? ഫഇന്ന ഫീഹാ ഖലീഫത്തുല്ലാഹിൽ മഹ്ദിയ. ആ സംഘത്തിലാണ് നമ്മൾ കാത്തിരുന്ന, കാതോരം പറഞ്ഞ ഇസ്ലാമിക സമൂഹത്തിന്റെ ഏറ്റവും വലിയ നേതൃത്വം ഏറ്റെടുക്കാൻ വന്ന ഇമാം മഹ്ദി ആ സംഘത്തിലുണ്ടാകുമെന്ന്. ഫഇന്ന ഫീഹാ അല്ലാഹു ഈ സമുദായത്തിന് തന്ന ഇമാം മഹ്ദി ആ സംഘത്തിലുണ്ടാകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, ഈ ആയിരങ്ങളുടെ കണ്ടനാളങ്ങളിൽ നിന്ന് വരുന്ന സലാത്തിനെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഒരാളുടെ മനസ്സിൽ ഒരു വിഷമമുണ്ടെങ്കിൽ അല്ലാഹുവേ നീ സ്വലാത്ത് കൊണ്ട് മാറ്റി തരണേ. അല്ലാഹുവേ, പടച്ചവനെ, നിന്റെ മലക്കുകൾ കൊതിക്കുന്ന സദസ്സാണിത്. ഇത് നിന്റെ അടിമകളാണിത്. ഇവരെ സൃഷ്ടിക്കണ്ട, ഇവര് ചോര കൊയ്യുമെന്ന് മലക്കുകൾ പറഞ്ഞ ആ സമൂഹമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അല്ലാഹു സ്വീകരിക്കട്ടെ. ഖുറാസാൻ എന്ന് പറഞ്ഞാൽ തുർക്കിയുടെ ഭാഗമാണ്, കോൺസ്റ്റാന്റിനോപ്പിളിന്റെ ഭാഗമാണ്. അവിടെ നിന്ന് കറുത്ത തലപ്പാവ് ധരിച്ച ഒരു വിഭാഗം ആളുകൾ പുറപ്പെട്ടിട്ടുണ്ട് എന്നറിഞ്ഞാൽ നിങ്ങൾ പോയി മുട്ടിലടഞ്ഞിട്ടാണെങ്കിലും നിങ്ങൾ പോയി അവരുടെ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യണം. ഫഇന്ന ഫീഹാ ഖലീഫത്തുല്ലാഹിൽ മഹ്ദിയ. അതിലാണ് ഇമാം മഹ്ദി അലൈഹി സ്വലാത്തു വസ്സലാം ഉള്ളത്. അല്ലാഹു പോകാൻ തൗഫീഖ് നൽകട്ടെ. നിരാശപ്പെടണ്ട. അള്ളാന്റെ റസൂല് നമുക്ക് സാന്ത്വനം പറയുകയാണ്. നബിയെ, സാന്ത്വനത്തിന് വേണ്ടിയല്ലയോ അങ്ങ് വന്നത്? മുറിവേറ്റ മനസ്സിനെ സാന്ത്വനിക്കാൻ, മുറിവേറ്റ ശരീരത്തിന് സാന്ത്വനം നൽകാൻ. സാന്ത്വനത്തിന്റെ സഹിഷ്ണുപരമായ സഹവർത്തിത്വമേ ലോകത്തിന്റെ തിരുദൂതരേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അള്ളാന്റെ റസൂല് പറയുകയാണ്, ഇന്നലി മഹ്ദീന ആയതൈനി. മഹ്ദി ഇമാം വരുന്നതിന് മുമ്പ് കഅബാലയ
ലോകത്തിന്റെ മുറ്റത്ത് വരുന്നതിന് മുമ്പ് 2 ദൃഷ്ടാന്തങ്ങൾ ഈ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടും. അല്ലാഹു പറലാന്റെ റസൂൽ പറയുകയാണ്, മുൻദു ഖലഖല്ലാഹു സമാവാതി വൽ അർള, ആകാശ ഭൂമികളെ സൃഷ്ടിച്ചതിന് ശേഷം ഇതേവരെ അങ്ങനെ ഒരു അടയാളം പ്രപഞ്ചത്തിൽ ഉണ്ടായിട്ടില്ല. മറക്കല്ലേ സഹോദരങ്ങളെ, ഇമാം മഹ്ദി വരുന്നതിന് മുമ്പ് 2 അടയാളങ്ങളുണ്ട്. ഏതെന്നറിയുമോ? അല്ലാഹു ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചതിന് ശേഷം ഇതേവരെ ആ 2 അടയാളങ്ങൾ പ്രപഞ്ചത്തിൽ ഉണ്ടായിട്ടില്ല. എനിക്കും നിങ്ങൾക്കും മനസ്സിലാക്കാൻ ഇമാം മഹ്ദി വരുന്ന കാലഘട്ടമായെന്ന് തിരിച്ചറിയാൻ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, യൻഖസിബുൽ ഖമറു ലി അവ്വലി ലൈലത്തിൻ മിൻ റമളാൻ, യൻഖസിബുൽ ഖമറു ലി അവ്വലി ലൈലത്തിൻ മിൻ റമളാൻ. അതൊരു റമളാൻ മാസമാണ്. ആ റമളാൻ മാസത്തിന്റെ ആദ്യത്തെ രാത്രി, റമളാനിന്റെ 1-ാം പിറ കാണുമ്പോ ഇമാം മഹ്ദി അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നതിന് തൊട്ടു മുമ്പുള്ള റമളാൻ, ആ റമളാനിന്റെ ആദ്യത്തെ രാത്രിയിൽ അന്ന് ആകാശത്ത് ചന്ദ്രഗ്രഹണം ഉണ്ടാവും. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, വീണ്ടും ആ റമളാൻ 15 കഴിയുമ്പോ, റമളാന്റെ പകുതി കഴിയുമ്പോ, അതേ റമളാനിന് 15-ാം രാവ് കഴിയുമ്പോ ആകാശത്ത് സൂര്യഗ്രഹണം ഉണ്ടാവും. സഹോദരങ്ങളെ, ഈ ഖുർആൻ വാർഷിക പ്രഭാഷണത്തിൽ ഇന്നത്തെ കഥാതന്ത് നിങ്ങളോട് ഞാൻ പറയുകയാണ്. ഇമാം മഹ്ദി വരുന്നത് അറിയണേ. ആ ഇമാം മഹ്ദി അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നതിന്റെ തൊട്ടു മുമ്പുള്ള റമളാൻ ആദ്യത്തെ രാത്രിയിൽ ചന്ദ്രഗ്രഹണം ഉണ്ടാവും. 15 കഴിഞ്ഞ് സൂര്യഗ്രഹണം ഉണ്ടാവും. ഒരേ റമളാനിൽ ഈ രീതിയിൽ ചന്ദ്രഗ്രഹണവും സൂര്യഗ്രഹണവും കണ്ട ആ സമയത്ത് നിങ്ങൾ ആലോചിച്ചു കൊള്ളുക, 40 ദിവസത്തിനപ്പുറം എന്ന് പറഞ്ഞാൽ ഹജ്ജിന്റെ സമയത്തല്ലേ ഇമാം മഹ്ദി അലൈഹിസ്സലാത്തു വസ്സലാം ആഗതനാകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഹ്ലു ബൈത്താണ് ഇമാമുന മഹ്ദി അലൈഹിസ്സലാത്തു വസ്സലാം. ഇമാം മഹ്ദി അലൈഹിസ്സലാത്തു വസ്സലാം വന്നു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇമാം മഹ്ദി ലോകത്തിന്റെ അധികാരം ഏറ്റെടുത്തു കഴിഞ്ഞാൽ, ഇമാം മഹ്ദി ലോകത്തിന്റെ അധികാരം ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ ലോകം മുഴുവനും അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, എടയപ്പുറത്തെ ഈ ഗ്രൗണ്ടിൽ ഒരുമിച്ച് കൂടിയ വാർഷിക പ്രഭാഷണത്തിന് ഒരുമിച്ച് കൂടിയ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, ഇമാം മഹ്ദി അലൈഹിസ്സലാത്തു വസ്സലാം പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ആ സമയത്ത് ആകാശിപ്പേമാര് തുമർത്തു പെയ്യാൻ തുടങ്ങും. അല്ലാഹു ജലം കൊടുത്തിട്ട് ഈ സമൂഹത്തെ അനുഗ്രഹിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്. ആ സമയത്ത് വെള്ളം കൊടുത്തിട്ട് അല്ലാഹു അനുഗ്രഹിക്കുമെന്ന് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? കുടിവെള്ളമില്ലാതെ ഭാരതപ്പുഴ പോലും വറ്റി വരണ്ടു പോകുമ്പോ, ചാലിയാറ് വറ്റി വരണ്ടുമ്പോ, പെരിയാറ് വറ്റി വരണ്ടു പോകുമ്പോ, കുടിവെള്ളമില്ലാതെ മനുഷ്യൻ ബുദ്ധിമുട്ടുമ്പോ, മഴയ്ക്ക് വേണ്ടി ദുആ നടക്കുമ്പോ, ഒരു വരൾച്ച സമയത്താണ് ഇമാം മഹ്ദി വരിക. ഇമാം മഹ്ദി അലൈഹിസ്സലാത്തു വസ്സലാം വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് ഏറ്റവും വലിയ മഴ പെയ്യുമത്രേ. അല്ലാഹു കൃഷികൾക്ക് വല്ലാത്ത വളർച്ച കൊടുക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമയത്ത് ഈ ഭൂമിയിൽ സമ്പൽ സമൃദ്ധി നൽകും. എന്തിനേറെ, ഇമാം മഹ്ദി ജനങ്ങളുടെ ഇടയിൽ എല്ലാ സമ്പത്തുകളും വീതിച്ചു കൊടുക്കുമെന്ന്, എല്ലാ സമ്പത്തുകളും എല്ലാ ജനങ്ങൾക്ക് സമരീതിയിൽ ഇമാം മഹ്ദി വീതിച്ചു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഈ ലോകം നന്നാവണോ, ഈ സാമൂഹ്യ രംഗം നന്നാവണോ, ഇന്ത്യ രാജ്യത്തിന്റെ പാർലമെന്റ് മന്ദിരത്തിൽ എംപിമാരിൽ 70% ക്രിമിനൽ കേസിൽ പെട്ടവരായി അത്രേ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്രയോ വലിയ കാര്യങ്ങളാണ്. 4 വയസ്സ് പോലും ഇല്ലാതെ പാവപ്പെട്ട പെണ്ണിനെ, ആ കുഞ്ഞിന്റെ മുമ്പിൽ നമ്മൾ കരയുകയാണ്. പൊന്നുമോളെ, നീ എന്ത് തെറ്റാണ് ചെയ്തത്? നീ എന്ത് ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കിയത്? നിന്നെ ഒരു തെറ്റേ ചെയ്തുള്ളൂ. നിന്റെ പേര് പെണ്ണായി മാറി. പാവപ്പെട്ട പെണ്ണിനെ ചവിട്ടി മതിക്കുമ്പോ, അഴിമതി വ്യാപകമാകുമ്പോ, ജനങ്ങൾ മുഴുവനും ഭരണാധികാരികളെ സഹിക്കാൻ കഴിയാതെ തെരുവിൽ കൈകാര്യം ചെയ്യുമ്പോ, എല്ലാ ഭരണാധികാരികളും സത്യസന്ധത വിട്ടുകടി
ചെയ്യുമ്പോ ഇമാം മഹ്ദി കടന്നു വരും. എല്ലാ പൊതുഖജനാവിന്റെ സമ്പത്തുകൾ ജനങ്ങളുടെ ഇടയിൽ തുല്യതയോടെ വീതിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ഈ വാർഷിക പ്രഭാഷണത്തിൽ ഞാൻ ഉറക്കെ പറയുകയാ, ഈ കൊടിവെള്ളം രൂക്ഷമാകുമ്പോ ഞാൻ ആവർത്തിച്ചു പറയുന്നു, 5 വർഷം കൂടി വരൾച്ച നീണ്ടു നിന്നാൽ കേരള ഗവൺമെന്റ് AC സബ്സിഡി കൊടുത്തിട്ട് വാങ്ങിച്ചു കൊടുക്കും. കേരള ഗവൺമെന്റ് സബ്സിഡി കൊടുക്കും. ഏസിക്ക് ഗവൺമെന്റിന്റെ സബ്സിഡി അല്ലാതെ ജീവിക്കാൻ കഴിയില്ല. ഇനി ഈ നാട്ടിൽ മഴ പെയ്യണോ, ഇനി ഈ നാട്ടിൽ കുടിവെള്ളം ഉണ്ടാകണോ, ഇമാം മഹ്ദിയെ പോലെ മഹാന്മാരുടെ കരസ്പർശം ഉണ്ടായാലല്ലാതെ ഇവിടെ മഴ പെയ്യുകയില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇമാം മഹ്ദി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ബൈഅത്ത് ചെയ്യുമ്പോ ആയിരക്കണക്കിന് ആളുകൾ, 10,000കണക്കിന് ആളുകൾ ഇമാം മഹ്ദിയുടെ പുറകിൽ ചേരും. ആ സമയത്താണ് ഇസ്ലാമിക ലോകത്തിന്റെ ഫിത്നയുമായി ഖുറൂജു മസീഹി ദജ്ജാൽ, ദജ്ജാൽ പുറപ്പെടുക. ആ ഭാഗത്തേക്ക് ഞാൻ ഇന്ന് കിടക്കുന്നില്ല സഹോദരങ്ങളെ. ദജ്ജാൽ പുറപ്പെട്ടെന്നറിഞ്ഞ് ഇമാം മഹ്ദി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പുറകെ 10,000കണക്കിന് അനുയായികൾ കൂടും. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മുസ്ലിം സമുദായ പുറകിൽ കൂടുമ്പോ ആ സമയത്ത് മുസ്ലിമീങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾ ഇമാം മഹ്ദിക്കെതിരെ രംഗപ്രവേശം ചെയ്താൽ ഭൂമി അവനെ വിഴുങ്ങിക്കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആരെങ്കിലും ഇമാം മഹ്ദിയെ ഒറ്റിക്കൊടുത്താൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അവന്റെ തൗബ അല്ലാഹു സ്വീകരിക്കുകയില്ല, അവന്റെ തൗബ അല്ലാഹു സ്വീകരിക്കുകയില്ല. ഇമാം മഹ്ദി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പുറകിൽ ബൈഅത്ത് ചെയ്തിട്ട് ആരെങ്കിലും ദജ്ജാലിനോട് എതിരിടാൻ പോയാൽ, ആ പോകുന്ന രീതിയിൽ എതിരാളിയോട് പടവെട്ടിയിട്ടതിൽ ഒരാൾ മരിച്ചു പോയാൽ, നമ്മളിൽ ഒരാളെങ്ങാനും ഇമാം മഹ്ദിയുടെ സൈന്യത്തിലാണ്, ആ പോകുന്ന വടിയിൽ ഇമാം മഹ്ദിയുടെ പുറകിലെങ്ങാനും മരിച്ചു പോയാൽ അവൻ അല്ലാഹു നൽകുന്ന പ്രതിഫലമേടെന്നറിയുമോ? അവൻ അല്ലാഹു നൽകുന്ന പ്രതിഫലമാണെന്നറിയുമോ? അഫ്ളലു ശുഹദാഇ ഫിൽ അർദി, ഈ ഭൂമിയിൽ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ശഹീദായവർ ഏറ്റവും പ്രതിഫലം കിട്ടുന്ന ശഹീദവനായിരിക്കുമെന്ന്